ദൃശ്യം മൂന്നാം ഭാഗത്തെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ വ്യക്തത വരുത്തി സംവിധായകൻ ജിത്തു ജോസഫ്. ഒരേ സമയം 3 ഭാഷകളിൽ സിനിമയുടെ ചിത്രീകരണമെന്നത് പ്രായോഗികമായി അസാധ്യമാണെന്ന് ജിത്തു ജോസഫ് പറഞ്ഞു. എന്നാൽ ഒരേ സമയം റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ ചർച്ചയിലുണ്ടെന്നും ജിത്തു ജോസഫ് വെളിപ്പെടുത്തി. ജിത്തു ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരേ സമയം 3 ഭാഷകളിലും ചിത്രീകരണം നടക്കുമോ എന്ന് ഉറപ്പു പറയാൻ കഴിയില്ല. ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്നേ ഉള്ളൂ. എന്റെ സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകാൻ വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. എഴുത്ത് കഴിയുമ്പോൾ ഞാൻ എന്റെ സ്ക്രിപ്റ്റ് അവർക്ക് ഷെയർ ചെയ്യും. മറ്റു ഭാഷകൾക്ക് ആവശ്യമായ ചില മാറ്റങ്ങൾ അവർക്ക് അതിൽ വരുത്തേണ്ടതുണ്ട്. ആദ്യ 2 ഭാഗങ്ങളിൽ അത്തരം മാറ്റങ്ങൾ അവർ വരുത്തിയിരുന്നു. അടിസ്ഥാന കഥ എന്റേത് തന്നെ ആയിരിക്കും. ഒരേ സമയം 3 ഭാഷകളിലും സമാന്തരമായി ഷൂട്ട് നടക്കുന്ന കാര്യം പ്രായോഗികമായി അസാധ്യമാണ്. കാരണം ലാലേട്ടന്റെ ഡേറ്റുള്ള സമയത്ത് മറ്റു 2 ഇൻഡസ്ട്രികളിൽ ലീഡ് ആക്ടേഴ്സിന്റെ ഡേറ്റ് കിട്ടണമെന്നില്ല. പക്ഷെ ഒന്നിച്ചൊരു റിലീസ് ഡേറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന്റെ സാധ്യതകൾ ആരായുന്നുണ്ട്. OTT-യിലൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഇത് കാണുമല്ലോ. അതുകൊണ്ട് മറ്റു ഭാഷകളിലെ പതിപ്പിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഒരുമിച്ചൊരു റിലീസ് പരിഗണനയിലാണ്. ചർച്ചകൾ നടക്കുന്നു. ഹിന്ദി പതിപ്പ് സംവിധാനം ചെയ്യുന്ന അഭിഷേക് പാഠക് കൊച്ചിയിൽ വന്ന് എന്നെ കണ്ടു. എപ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് തയ്യാറാകുമെന്നും എപ്പോൾ അത് കൈമാറാൻ കഴിയുമെന്നും ചോദിച്ചു. അതിനാണ് അവർ കാത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പല വാർത്തകളും വരും. അതിലൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇങ്ങനെയാണ് ജിത്തു ജോസഫ് പറഞ്ഞത്. ദൃശ്യം സിനിമയുടെ 3ാം ഭാഗം ഒക്ടോബറിൽ ചിത്രീകരണം തുടങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ദൃശ്യം 2ാം ഭാഗത്തിലെ ഏറെ ശ്രദ്ധേയമായ ജോർജ് കുട്ടിയുടെ കണ്ണിന്റെ ക്ലോസപ്പ് ഷോട്ടിൽ തുടങ്ങുന്ന റീലിനൊപ്പമാണ് ആശീർവാദ് സിനിമാസ് ഇക്കാര്യം പുറത്തുവിട്ടത്. ജിത്തു ജോസഫ്, മോഹൻലാൽ, ആന്റണി പെരുമ്പാവൂർ എന്നിവർ പരസ്പരം കൈകൊടുത്തും ആലിംഗനം ചെയ്തും സന്തോഷം പങ്കിടുന്നതിന്റെ ദൃശ്യങ്ങളും വീഡിയോയിലുണ്ട്. 2025 ഒക്ടോബറിൽ ക്യാമറ ജോർജ് കുട്ടിക്ക് നേരെ തിരിയും. ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചത്. അതിനു പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. നിങ്ങൾ ദൃശ്യം 3 കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ആരാധകനാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.